ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ബേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ്. കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, വി എ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്. നമുക്കറിയാം ഇതാണ് നമ്മുടെ കോമൺ ബേസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഇൻപുട്ട് സെക്ഷൻ എന്ത് ചെയ്തു, ഫോർവേഡ് ബയസ് ചെയ്തു. ദാറ്റ് ഈസ് എൻ പി എൻ ആണിത്. അപ്പം എൻ ടു നെഗറ്റീവ്, പി ടു പോസിറ്റീവ്. എൻ പി എൻ ആയതുകൊണ്ട് എൻ ടു പോസിറ്റീവ്, പി ടു നെഗറ്റീവ്. ഇൻപുട്ട് സെക്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തു, ഔട്ട്പുട്ട് സെക്ഷൻ റിവേഴ്സ് ബയസ് ചെയ്തു. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇൻപുട്ടിലെ കറണ്ട്, ഇൻപുട്ടിലെ വോൾട്ടേജ്. ഇൻപുട്ടിലെ കറണ്ട് എന്താണ്? ഐ. ദെൻ ഇൻപുട്ടിലെ വോൾട്ടേജ് എന്താണ്? VEB. ഇതല്ലേ ഇവിടുത്തെ വോൾട്ടേജ്, VEB എന്നുള്ളത് എടുത്തു. ആ സമയത്ത് ഔട്ട്പുട്ടിലെ വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ദാറ്റ് ഈസ് VCBനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ദാറ്റ് ഈസ് ഇൻപുട്ട്, ദാറ്റ് ഈസ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് IE ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് VEB ബൈ മേക്കിംഗ് the output voltage constant. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? VCB. അപ്പോൾ VCBനെ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് N, ഇത് P അല്ലേ, എമിറ്റർ N, ഇതെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് P. അപ്പം ഇത് ഫോർവേഡ് ബയാസും ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതൊരു സാധാരണ ഡയോഡ് പോലല്ല ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരേണ്ടത്. ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കറണ്ട് കൂടിക്കൂടി വരും. ഇനി ശരിക്കും ഒരു ഡയോഡ് പോലെ വർക്ക് ചെയ്യത്തില്ല. കാരണം എന്താണ്? ഇവിടെ ഡയോഡിന്റെ പ്രത്യേകം എന്താണ്? PN ആണെന്നുണ്ടെങ്കിൽ പിയിൽ സെയിം ഡോപ്പിംഗ് ആയിരിക്കും എന്നില്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത? പിയിൽ മാത്രമാണ്, അല്ലെങ്കിൽ NPN ആണെങ്കിൽ NP, ദാറ്റ് ഈസ് എമിറ്ററിൽ മാത്രമാണ് എന്ത് ചെയ്ത് ഹൈ ഡോപ്പിംഗ്. അപ്പം എമിറ്ററിൽ ഹൈ ഡോപ്പിംഗ് ആണ്. ദാറ്റ് ഈസ് N ഈസ് ഹെവിലി ഡോപ്ഡ്, ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. അപ്പൊ എന്താണ്? ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണ്? ഇതിങ്ങനെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരുന്നു. ഇനി VCB ചേഞ്ച് ചെയ്യുമ്പോൾ VCB 0 വോൾട്ടിൽ നിന്ന് 10 വോൾട്ട് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? IEയുടെ ഇനീഷ്യൽ വാല്യൂ എന്ത് ചെയ്യുന്നു? 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഇൻക്രീസ് എന്താണ്? മറ്റേതുപോലെ തന്നെയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? IE എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു VEB കൂടുന്നതിനനുസരിച്ച്. ബട്ട് ഇനീഷ്യൽ വാല്യൂ ഈസ് ഡിഫറെന്റ് വെൻ VCB ഈസ് ഇൻക്രീസ്ഡ്. VCB ഇൻക്രീസ് അനുസരിച്ച് IEയുടെ ഇനീഷ്യൽ വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനകത്തുനിന്ന് ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇൻപുട്ട് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻപുട്ടിലെ വോൾട്ടേജിന്റെ ഡിഫറൻസ് ബൈ ഇൻപുട്ടിലെ കറണ്ടിന്റെ ഡിഫറൻസ്, അതല്ല റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്? ഇവിടുത്തെ ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ VB അല്ലേ. ഇൻപുട്ടിലെ കറണ്ടിന്റെ വ്യത്യാസം ഡെൽറ്റ IE. ആ സമയത്ത് എന്തിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം? ഔട്ട്പുട്ടിലെ വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ദാറ്റ് ഈസ് VCB ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ടിലെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ ബേസ് കണക്ഷൻ. കോമൺ ബേസ് കണക്ഷൻ വെച്ച മീനിങ് എന്താണ്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോൾ ഉടനെ ഔട്ട്പുട്ടിലെ കറണ്ട്, ഔട്ട്പുട്ടിലെ വോൾട്ടേജ്. ഔട്ട്പുട്ടിലെ കറണ്ട് ആരാണ്? IC. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്താണ്? VCB. അതായത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കളക്ടറും ബേസിനും അക്രോസ് ഉള്ള VCB എന്ന് എടുത്തു. അപ്പൊ ചേഞ്ച് ഇൻ കളക്ടർ കറന്റ് ടു ദ ചേഞ്ച് ഇൻ ബേസ് അല്ലെങ്കിൽ കളക്ടർ ബേസ് വോൾട്ടേജ്. അപ്പം അത് കിട്ടി. ആ സമയത്ത് നേരത്തെ കേസിൽ ഔട്ട്പുട്ടിലെ വോൾട്ടേജിനാണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. പക്ഷെ ഇൻപുട്ടിലെ കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആക്കി വെക്കണം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോൾ. അപ്പൊ എന്താണ്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറന്റ് ടു ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ മേക്കിംഗ് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ്. ഇൻപുട്ടിൽ എന്തിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം? കറണ്ടിനെ വേണം കോൺസ്റ്റന്റ് ആക്കി വെക്കാനായിട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, അതായത് VCB കൂടുമ്പോൾ ഉടനെ ആദ്യം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇവിടുത്തെ വോൾട്ടേജ് കൂട്ടുമ്പം എന്താ 0യിൽ നിന്ന് കുറച്ചൊന്ന് കൂടി വന്നിട്ട് ഈ IC എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. IC എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. ഇനി ഞാൻ I എന്നുള്ളത് ആദ്യം 1 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് IC അറൗണ്ട് എന്തായിരിക്കും? 1 മില്ലി ആംപിയർ ആയിരിക്കും. ദെൻ I എന്നുള്ളത് 2 മില്ലി ആംപിയർ ആക്കി എന്ന് വിചാരിക്കുക. അപ്പൊ IC എന്താണ്? നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? IEയും IC വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പം IC എന്ത് ചെയ്യുന്നു? പയ്യെ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, കളക്ടർ കറണ്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? VCBനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം VCB കൂടിയാലും ഈ കളക്ടർ കറണ്ടിന് വ്യത്യാസമൊന്നുമില്ല. കണ്ടോ? കളക്ടർ കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നു. ഇൻപുട്ടിലെ കറണ്ട് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? കളക്ടർ കറണ്ട് കൂടി. I എന്നുള്ളത് 1 മില്ലി ആംപിയർ ആയപ്പോൾ IC അറൗണ്ട് ഒരു 1 മില്ലി ആംപിയർ ആണ്. I എന്നുള്ളത് 2 മില്ലി ആംപിയർ ആയപ്പോൾ IC അറൗണ്ട് ഒരു 2 മില്ലി ആംപിയർ ആണ്.
ഐ എന്നുള്ളത് 3 മില്ലി ആംപിയർ ആയപ്പം ഐ സി എന്നുള്ളത് അറൌണ്ട് 3 മില്ലി ആംപിയർ ആണ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആരെ? ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വി സി ബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വി സി ബി കൂടുമ്പോൾ ഐ സിക്ക് ഒരു വ്യത്യാസം വരുന്നില്ല. വരുന്നുണ്ട് എപ്പോഴ്? ഈ ഒരു ചെറിയ മൊമെന്റ് മാത്രം. വി സി ബി ഈ ഒരു മൊമെന്റ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ഒരു മൊമെന്റിൽ എത്തിക്കഴിഞ്ഞ് വി സി ബി ഈ ഒരു വാല്യൂ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളക്ടർ കറണ്ടിന് യാതൊരു വ്യത്യാസവും ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നു. മനസ്സിലായല്ലോ പറഞ്ഞേ? അപ്പം ഇതാണ് എന്ത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഔട്ട്പുട്ടിലെ റെസിസ്റ്റൻസ് കിട്ടും. ഔട്ട്പുട്ടിലെ റെസിസ്റ്റൻസ് എന്താണ്? ഔട്ട്പുട്ടിലെ കറണ്ടിന്റെ ചേഞ്ച് ബൈ ഔട്ട്പുട്ടിലെ വോൾട്ടേജിന്റെ ചേഞ്ച് ബൈ ഔട്ട്പുട്ടിലെ കറണ്ടിന്റെ ചേഞ്ച്. അപ്പൊ ഡെൽറ്റ വി സി ബി ബൈ ഡെൽറ്റ ഐ സി എന്നുള്ളതാണ്. എന്തിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം? ഐനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പൊ ഡെൽറ്റ വി സി ബി ബൈ ഡെൽറ്റ ഐ സി അറ്റ് കോൺസ്റ്റന്റ് ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ടിലെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് common base in the characteristics. So thank you. We will discuss more about common emitter and common collector configuration in the next class. So thank you. Stay happy. Bye.